ദൈവത്തിൻ്റെ സ്നേഹത്തിലും പ്രത്യാശയിലും ആനന്ദിച്ച് ജീവിക്കുക. ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഈ ആനന്ദത്തിൽ മുഴുകുക. ക്രൈസ്തവ ജീവിതം ഈ ആനന്ദം സ്വീകരിക്കേണ്ട ജീവിതമാണ്. ഈ ക്രിസ്തീയ ആനന്ദം സ്വീകരിക്കാനുള്ള ഒരു സമയമാണ് നാഥനോടൊപ്പം. നമ്മോടൊപ്പം പ്രവർത്തിക്കുന്ന ദൈവത്തെ നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ സഹകരണത്തെ വിലമതിക്കുന്ന ദൈവത്തെ നമുക്ക് ധ്യാനിക്കാം. നമ്മൾ ചെയ്തു പോയ തിന്മകളിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്ന ദൈവത്തെ നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്ന ദൈവത്തെ ധ്യാനിക്കാം. ആ ദൈവസ്നേഹം കരകവിഞ്ഞൊഴുകിയ പുത്രൻ്റെ ഹൃദയത്തെ നമുക്ക് ധ്യാനിക്കാം. തിരുഹൃദയത്തെ നമുക്ക് ധ്യാനിക്കാം. നമ്മൾ ചെയ്തു പോയ പാപങ്ങളുടെ തെറ്റുകളുടെ കുരുക്കഴിക്കാൻ കഴിയുന്ന പരിശുദ്ധാത്മ ദൈവത്തെ നമുക്ക് ധ്യാനിക്കാം. ഈശോയുടെ തിരുഹൃദയത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. ആരെയും ഒഴിവാക്കാത്ത ഹൃദയം, എല്ലാവരെയും സ്നേഹിക്കുന്ന ഹൃദയം, ജാതി മത ഭേദമന്യേ എല്ലാ മനുഷ്യരുടെയും ഹൃദയം ഒരുപോലെയാണ്. മറന്നു പോകരുത്. ആ ഹൃദയത്തെ ദൈവത്തിലേക്ക് ഉയർത്താൻ, പിതാവിലേക്ക് ഉയർത്താൻ നമുക്ക് കഴിയുമ്പോൾ ആരെയും അവഗണിക്കാതെ ഒഴിവാക്കാതെ ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയും. പരിപൂർണമായ ഒരു ലോകത്തെയല്ല ദൈവം സൃഷ്ടിച്ചത്. നമ്മുടെ പരിശ്രമത്തിലൂടെ ഈ ലോകത്തെ പരിപൂർണമാക്കണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. എന്നെയും നിങ്ങളെയും പരിപൂർണരാക്കിയല്ല ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മുടെ പരിശ്രമത്തിലൂടെ, നമ്മുടെ പ്രാർത്ഥനയിലൂടെ, നമ്മുടെ ആത്മാർത്ഥമായ സ്നേഹത്തിലൂടെ പരിപൂർണതയിലേക്ക് വളരണം. അതുകൊണ്ടാണ് ക്രിസ്തു നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. വളരണം, പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് നമുക്കൊരു നിമിഷമായിരിക്കാം, പ്രാർത്ഥിക്കാം. ആരെയും ഒഴിവാക്കാതെ, ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും സ്നേഹിക്കുന്ന ആർദ്രതയുടെ ഹൃദയം, കനിവിൻ്റെ ഹൃദയം, കരുണയുള്ള ഹൃദയം, ഇതൊക്കെ നമ്മൾ സ്വന്തമാക്കേണ്ട നിമിഷങ്ങളാണ്. എത്ര പേരെ നമ്മൾ മാറ്റി നിർത്തി? കളറിൻ്റെ പേരിൽ, പൈസയുടെ പേരിൽ, ചില കുറവുകളുടെ പേരിൽ നമുക്ക് ആരെയും മാറ്റി നിർത്താതിരിക്കാം. എൻ്റെയും നിങ്ങളുടെയും ദൈവസ്നേഹത്തിൻ്റെ നിറവിൽ അവരുടെ കുറവുകൾ ഇല്ലാതായി പോകുമെന്നുള്ളൊരു വലിയ വിശ്വാസത്തിൽ നമുക്ക് ജീവിക്കാം. ഈ ഗാനം ആലപിക്കുമ്പോൾ തമ്പുരാൻ്റെ സ്നേഹത്തിൻ്റെ ഹൃദയത്തെ നമ്മുടെ കുറവുകളുള്ള ഹൃദയത്തോടൊന്ന് ചേർത്ത് വയ്ക്കാം. അതിനപ്പുറം ഈശോയുടെ സ്നേഹഹൃദയത്തിലേക്ക് നമ്മുടെ വ്യക്തിജീവിതത്തെ ഒന്ന് ചേർത്ത് വെച്ച് പ്രാർത്ഥനയോടെ ആലപിക്കാം. സ്നേഹത്തിൻ്റെ ഹൃദയം നമുക്ക് രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്യാം. ജ്വാലതിങ്ങും ഹൃദയമേ, ദിവ്യഹൃദയമേ, സ്നേഹാഗ്നി ജ്വാലതിങ്ങും തിരുഹൃദയമേ,
ജ്വാല തിങ്ങും ഹൃദയമേ, ദിവ്യഹൃദയമേ, സ്നേഹാഗ്നി ജ്വാല തിങ്ങും തിരുഹൃദയമേ, തണുത്തുറഞ്ഞുരൻ ഹൃദയം തരളമാകുമീ ജ്വാലയിൽ, ജ്വാല തിങ്ങും ഹൃദയമേ, ദിവ്യഹൃദയമേ, സ്നേഹാഗ്നി ജ്വാല തിങ്ങും തിരുഹൃദയമേ. ഇതൾക്കരിയാതെ പൂവിനുള്ളിൽ എരിതി കത്തുന്ന പോലെ, ഇതൾക്കരിയാതെ പൂവിനുള്ളിൽ എരിതി കത്തുന്ന പോലെ, തിരുഹൃദയത്തിൽ മനുഷ്യ സ്നേഹം, മനുഷ്യ സ്നേഹം എരിഞ്ഞെരിഞ്ഞു നിൽപ്പിതാ, എരിഞ്ഞെരിഞ്ഞു നിൽപ്പിതാ, ജ്വാല തിങ്ങും ഹൃദയമേ, ദിവ്യഹൃദയമേ, സ്നേഹാഗ്നി ജ്വാല തിങ്ങും തിരുഹൃദയമേ. മരുവിൽ പണ്ട് ദീപ്തി ചിന്തി ജ്വലിച്ച മേഘത്തൂണുപോൽ, മരുവിൽ പണ്ട് ദീപ്തി ചിന്തി ജ്വലിച്ച മേഘത്തൂണുപോൽ, മധുരദർശന സുഖദമല്ലോ, സുഖദമല്ലോ, കരുണ തൂകും തിരുഹൃദയം, യേശു മിശിഹ തൻ ഹൃദയം, ജ്വാല തിങ്ങും ഹൃദയമേ, ദിവ്യഹൃദയമേ, സ്നേഹാഗ്നി ജ്വാല തിങ്ങും തിരുഹൃദയമേ, തണുത്തുറഞ്ഞുരൻ ഹൃദയം തരളമാകുമീ ജ്വാലയിൽ, ജ്വാല തിങ്ങും ഹൃദയമേ, ദിവ്യഹൃദയമേ, സ്നേഹാഗ്നി ജ്വാല
ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവം പരിതപിച്ചു എന്നും ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. നീതിമാനും നിഷ്കളങ്കനുമായ നോഹയിലൂടെ ദൈവം വീണ്ടും രക്ഷയുടെ വഴി തുറക്കുകയാണ്. പ്രത്യാശ പുനഃസ്ഥാപിക്കാൻ നല്ല ഒരു മനുഷ്യൻ്റെ സാന്നിധ്യം വഴി, നല്ല ഒരു മനുഷ്യൻ്റെ ജീവിതം വഴി പ്രത്യാശ പുനഃസ്ഥാപിക്കാൻ കഴിയും. ആ നല്ല മനുഷ്യനായി മാറുക എന്നതാണ് പ്രധാനപ്പെട്ടത്. ദൈവത്തോട് ചേർന്ന് നിന്ന് നഷ്ടപ്പെട്ടു പോയ പ്രത്യാശ പുനഃസ്ഥാപിക്കാം. അങ്ങനെ ഒരു പുതിയ ജീവിതത്തിലേക്ക് നമുക്ക് യാത്ര തുടരാം. ലേവ്യരുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, നീ ധാന്യം കൊയ്യുമ്പോൾ വയലിൻ്റെ അതിർത്തി ചേർത്ത് കൊയ്യരുത്, കൊയ്ത്ത് കഴിഞ്ഞ് കാല പെറുക്കുകയുമരുത്. മുന്തിരിയുടെ ഫലങ്ങൾ എടുക്കുമ്പോഴും മുഴുവൻ എടുക്കരുത്, അത് പാവങ്ങൾക്കും പരദേശികൾക്കും ഉള്ളതാണ്. ഭൂമിയുടെ ഫലങ്ങൾ, നിന്റെ അധ്വാനത്തിൻ്റെ ഫലങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടി മാറ്റിവെക്കാൻ ഒരു ശ്രദ്ധ നീ നിന്റെ ജീവിതത്തിൽ കൊടുക്കണം എന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് അനുഗ്രഹങ്ങളുടെ നടുവിലാണ് ദൈവം നമ്മളെ കൊണ്ടു നടക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ നാം പ്രാർത്ഥിക്കുന്നത് പോലെ നന്ദി പറയാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹങ്ങൾ. ജീവിതത്തിൻ്റെ ഒരു പ്രശ്നം വരുമ്പോൾ സഹായിക്കാനും ആശ്വസിപ്പിക്കാനും ഒരുപാട് വ്യക്തികളെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി നിർത്തിയിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി അവൻ മാറ്റി നിർത്തുന്നുണ്ട്. ഏകാന്തതയുടെയും വിജനതയുടെയും ഒക്കെ സ്ഥലം ദൈവാന്വേഷണത്തിന് വേണ്ടി നമുക്ക് മാറ്റിവെക്കാം. ഈ പ്രപഞ്ചത്തെ പ്രാർത്ഥനയുടെ ഒരു സ്ഥലമാക്കി മാറ്റാം. ഈ പ്രകൃതിയെ ദൈവാന്വേഷണത്തിൻ്റെ ഒരു സ്ഥലമാക്കി മാറ്റാം. അടുത്ത ഗാനം ആലപിക്കുമ്പോൾ പ്രപഞ്ചത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എൻ്റെ ദുഃഖത്തെയും സങ്കടങ്ങളെയും ദൈവ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയോട് നമുക്ക് ചേർന്ന് നിൽക്കാം, പ്രകൃതിയോട് ചേർന്ന് നിൽക്കാം. ആരെയും അവഗണിക്കാതെ തള്ളിക്കളയാതെ ഒരു പുത്തൻ ആത്മീയത നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പിളർന്നതാം പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ. പിളർന്നതാം പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ. സങ്കേതമേ എനിക്കാനന്ദമേ, നിന്നിൽ ചാരിടുന്നവർക്കാശ്വാസമേ. നിന്നാത്മബലം എനിക്കാനന്ദമേ. പിളർന്നതാം പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ.
ലോകത്തിൽ കഷ്ടമുണ്ട്, എന്നാൽ ജയിച്ചവൻ കൂടെയുണ്ട്. ലോകത്തിൽ കഷ്ടമുണ്ട്, എന്നാൽ ജയിച്ചവൻ കൂടെയുണ്ട്. തീയമ്പുകൾ ശത്രു എയ്തിടുമ്പോൾ തൻ ചിറകിൻ നിഴലിൽ അഭയം തരും. പിളർന്നതാ പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ. പിളർന്നതാ പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ. ഏകനെന്ന് നീ കരുതിടുമ്പോൾ തുണയായാരുമില്ലെങ്കിലും ഏകനെന്ന് നീ കരുതിടുമ്പോൾ തുണയായാരുമില്ലെങ്കിലും തലയിണയായി കൽമാത്രമെന്നെണ്ണുമ്പോൾ ഗോവണിയിൽ ദൂതന്മാരിറങ്ങി വരും. പിളർന്നതാ പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ. പിളർന്നതാം പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ. സങ്കേതമേ എനിക്കാനന്ദമേ, നിന്നിൽ ചാരിടുന്നവർക്കാശ്വാസമേ. നിന്നാത്മബലം എനിക്കാനന്ദമേ. പിളർന്നതാം പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ. പിളർന്നതാം പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ. ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവാൻ, ഞാൻ ലോകത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. തൻ്റെ ശരീരഭാരത്തേക്കാൾ ഇരട്ടി ഭാരമുള്ള മരക്കുരിശുമായി കാൽവരിയിലേക്ക് നടന്നു കയറിയ കർത്താവ്, രക്ഷയുടെ ബലിയായവൻ, നമുക്ക് നൽകുന്ന ഒരു ബലവും ആശ്വാസവുമുണ്ട്. ആ ബലവും രക്ഷയും ആശ്വാസവും ഇന്ന് ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ കഴിയുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. നമുക്ക് ഓരോ ദിവസവും ബലിപീഠത്തോട് ചേർന്ന് നിൽക്കാം. നമ്മുടെ കഷ്ടങ്ങളും കഷ്ടപ്പാടുകളും ബലിപീഠത്തോട് ചേർത്ത് വയ്ക്കാം, ബലിയോട് ചേർത്ത് വയ്ക്കാം, കുരിശിനോട് ചേർത്ത് വയ്ക്കാം, ക്രൂശിതനോട് ചേർത്ത് വയ്ക്കാം. ഉദ്ധാനത്തിൻ്റെ വലിയ അനുഭവം എപ്പോഴും ബലിയിലൂടെ ഈശോ നമുക്ക് നൽകുന്നു. അത് പ്രത്യാശയുടെ ജീവിതത്തിന് ഒരു വഴികാട്ടിയാണ്. നടന്നു നീങ്ങാം ക്രിസ്തുവിനോട് കൂടെ ജീവിതത്തിലേക്ക്. എന്നും സ്വർഗത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ കൂടെയുണ്ടാകും. ആമേൻ.
ജ്വാല തിങ്ങും ഹൃദയമേ, ദിവ്യഹൃദയമേ, സ്നേഹാഗ്നി ജ്വാല തിങ്ങും തിരുഹൃദയമേ,